ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് സൈക്കോളജി സെറ്റാക്കുന്നത്. എല്ലാവരും വീക്കായിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇമോഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് ഫെയിൽ ആവാറാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ 90% ആൾക്കാരും ഫെയിൽ ആകാനുള്ള മെയിൻ റീസൺ. അവർക്ക് നല്ല പ്രൂവൺ സ്ട്രാറ്റജി ഇല്ലാത്തതോ ഒന്നുമല്ല. അവർക്ക് അവരുടെ ഇമോഷൻസ് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഈ സെയിം തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഫണ്ട് കൊണ്ടുപോയിടുന്നു, ഫണ്ട് മൊത്തം ലൂസ് ആവുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളത് ആരും ഫോളോ ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് അൺസെർട്ടനിറ്റി. ഓക്കെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡും ഗ്യാരണ്ടീഡ് അല്ല. എത്ര പെർഫെക്റ്റ് സെറ്റപ്പ് ആണെങ്കിലും ഇത് ഫെയിൽ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ജോലി ആസ് എ ട്രേഡർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്മുടെ റൂൾ ഫോളോ ചെയ്യുക, ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ നമുക്ക് ചെയ്യാനുള്ളൂ. രണ്ടാമത്തേത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇവിടെയാണ് മിക്കവരും ഫെയിൽ ആകുന്നത്. എല്ലാവരുടെയും ഇമോഷൻ പോകുന്നതും ഇവിടെ തന്നെയായിരിക്കും. പ്രോപ്പറായിട്ട് ഒരു റിസ്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മളെപ്പോഴും ലോങ് ടൈമിലേക്ക് വേണ്ടി തിങ്ക് ചെയ്യണം. ജസ്റ്റ് ഒരു ട്രേഡോ രണ്ട് ട്രേഡിനോ വേണ്ടിയല്ല. നമ്മൾ ട്രേഡിങ്ങിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് തിങ്ക് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ റിസ്കിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യണം. മാക്സിമം 1% റിസ്ക് പെർ ട്രേഡ് എടുക്കുക. ഇതിൽ റിസ്ക് എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി കൂടുതൽ അതിലേക്ക് അറ്റാച്ച് ആവുകയും നമ്മുടെ ലോഡ് സൈസ് കൂടുകയും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ പറയുമായിരുന്നു ലേൺ ഫ്രം മിസ്റ്റേക്ക് എന്നുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്ക് എന്നുള്ളതാണ്. കാരണം ഞാനിത് ഓൾറെഡി ഫേസ് ചെയ്ത് കഴിഞ്ഞു. ആവശ്യമില്ലാത്ത ട്രേഡിലേക്ക് കയറി അൺവാണ്ടഡ് റിസ്ക് എടുത്ത്, പക്ഷെ അവസാനം അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിക്കുന്നത്? ഈ ചെറിയ റിസ്ക് എന്നുള്ളത് ഹ്യൂജ് വലിയ റിസ്കിലേക്ക് പോകും. അപ്പോൾ അക്കൗണ്ട് അങ്ങനെ ബ്ലോൺ ആയി പോവുകയും ചെയ്യും. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയില്ല ഏത് ട്രേഡാണ് വിന്നാകാൻ പോകുന്നത്, ഏത് ട്രേഡാണ് ലോസ് ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ കറക്റ്റായി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ട്രേഡറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തേർഡ് വൺ ഈസ് ഡിറ്റാച്ച് യുവർ ഈഗോ ഫ്രം റിസൾട്ട്. എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് ലൂസായി എന്ന് കരുതി നമ്മൾ ബാഡാണെന്നോ, അതേപോലെ ഒരു ട്രേഡ് വിന്നായി എന്ന് കരുതി നമ്മൾ സ്മാർട്ടാണെന്നോ നമ്മൾ കരുതരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോസസ്സിനെ മാത്രമാണ് ജഡ്ജ് ചെയ്യാമുള്ളൂ. നമ്മുടെ P&Lനെ ഒരിക്കലും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമല്ല. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ P&Lലേക്ക് നോക്കുകയേ വേണ്ട. നമ്മൾ നമ്മുടെ റൂള് കറക്റ്റായിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് ആണ് എപ്പോഴും സക്സസ് ആയി മാറുകയും ചെയ്യുള്ളൂ. ഫോർത്ത് വൺ ഈസ് ഡിറ്റാച്ച് ഫ്രം മണി. മെജോറിറ്റി ഓഫ് പീപ്പിൾസ് മണിയായിട്ട് വളരെ അറ്റാച്ച്മെൻ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചെറിയ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പ്രോഫിറ്റിൽ അവർ എക്സിറ്റ് ആവുകയും, കാരണം കിട്ടിയ പ്രോഫിറ്റ് പോകരുതല്ലോ എന്ന് വിചാരിച്ച് അവർ എക്സിറ്റ് ആവും. മേ ബി എക്സിറ്റ് ആയതിനു ശേഷം നല്ല രീതിയിൽ അവരുടെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ റിഗ്രറ്റ് ആവുകയും ചെയ്യും. നമ്മളെപ്പോഴും മണിയായിട്ട് ഡിറ്റാച്ച് ആവാൻ പഠിക്കണം. നമ്മൾ നമ്മുടെ സിസ്റ്റം കറക്റ്റ് ഫോളോ ചെയ്യുക, റൂൾസ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ റിസ്കിനെ റെസ്പെക്റ്റ് ചെയ്യുക. പ്രോപ്പർ ഒരു റൂളില്ലാതെ നമുക്ക് ട്രേഡിങ്ങിൽ സക്സീഡ് ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് റൂൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മളൊരു
സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതിലാണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് യുവർ A+ സെറ്റപ്പ്. ഇപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ട്രേഡേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ MSNR ട്രേഡർ ആയിരിക്കാം, SMC ആയിരിക്കാം, ICT ആയിരിക്കാം. എന്താണെങ്കിലും നമ്മൾ അപ്പോൾ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്താലും അതിലും കുറേ ട്രേഡ് സെറ്റപ്പുകൾ നമുക്ക് കിട്ടും. എപ്പോഴും ട്രേഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിലേറ്റവും ബെസ്റ്റ് സെറ്റപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഏതാണ് നമുക്ക് സ്യൂട്ടായിട്ടുള്ള സെറ്റപ്പ്, അല്ലെങ്കിൽ നമ്മുടെ എഡ്ജ് ഏതാണ് എന്നുള്ളത്, ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മുടെ എഡ്ജ് ഏതാണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ മാത്രം നമ്മൾ എൻട്രി ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ എല്ലാ സെറ്റപ്പിലും കയറി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മേ ബി SL ഹിറ്റ് ആവുന്നത് കൂടുതലായിരിക്കാം. അത് നമ്മുടെ ഇമോഷനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ എപ്പോഴും സിമ്പിളായിട്ട് കാണുക, കൂളായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. അടുത്തത് ക്രിയേറ്റ് എ പ്രീ ട്രേഡ് ചെക്ക് ലിസ്റ്റ്. നമ്മളൊരു ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. അതൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ട്രെൻഡ് ക്ലിയർ ആണോ, ക്ലിയർ ട്രെൻഡിലാണോ നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത്, അതൊരു ടിക്ക് ഇട്ട് വയ്ക്കുക. അതേപോലെ തന്നെ ഇത് വാലിഡ് സെറ്റപ്പ് ആണോ, അത് ചുമ്മാ അൺവാണ്ടഡ് ലെവൽസിൽ നിന്നോ അല്ലെങ്കിൽ അൺവാണ്ടഡ് സോൺസിൽ നിന്നോ അല്ലെങ്കിൽ അൺഫ്രഷ് ആയിട്ടുള്ള സോൺസിൽ നിന്നൊക്കെ ആണോ എൻട്രി എടുക്കുന്നത്, അത് ക്ലിയർ സെറ്റപ്പ് ഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്നുള്ളത് നോട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ട്രേഡിൽ ഇപ്പോൾ സോൺ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ റിസ്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. റിസ്ക് അല്ല മാറുന്നത്, പിപ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റിസ്ക് ഡിഫൈൻ ചെയ്തിട്ട് ഉണ്ടോ, കറക്റ്റായിട്ടാണോ റിസ്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടോ, നമ്മൾ ഈ ട്രേഡ് എടുക്കാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും മേജർ ന്യൂസുകൾ CPIയോ FOMC അതുപോലത്തെ ഏതെങ്കിലും ന്യൂസുകൾ വരാനുണ്ടോ. അതിലുപരി നമ്മൾ ഈ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻ എങ്ങനെയാണ്, ഇമോഷൻ കാമാണോ എന്നുള്ളതൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രേഡിലേക്ക് എൻ്റർ ആവാണ്ടിരിക്കുക. ജേണൽ യുവർ ഇമോഷൻ, നോട്ട് ജസ്റ്റ് ട്രേഡ്. അപ്പോൾ ട്രേഡുകളെല്ലാം നമ്മൾ ജേണൽ ചെയ്യണം. എന്ത് റീസൺ കൊണ്ടാണ് ഈ എൻട്രി എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ, ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണോ, ഒക്കെ നമ്മൾ ജേണൽ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമോഷനും കൂടെ നമ്മൾ ജേണൽ ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ മേ ബി മെൻ്റലി വീക്കായിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് വളരെ പ്രതികൂലമായിട്ട് നമ്മുടെ ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മുടെ എല്ലാ ഇമോഷനും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ മൈൻഡിലിരുന്നാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാം ഓർത്തിരിക്കാനുള്ള കഴിവില്ല. പക്ഷെ അപാരമായ പൊട്ടൻഷ്യലുണ്ട് നമ്മുടെ ബ്രെയിനിനൊക്കെ. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിനുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം എന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ജേണൽ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഓരോ ഇമോഷൻസും നമ്മൾ ജേണൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് വൺ ഈസ് മാസ്റ്റർ ഇൻ വെയിറ്റിംഗ്. ഓക്കെ, നമുക്കൊരു സെറ്റപ്പ് വന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലേക്ക് പ്രൈസ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഏരിയയിലേക്ക് പ്രൈസ് വന്നില്ലെങ്കിൽ എൻട്രി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകുകയും ചെയ്യണം. ഓക്കെ, പേഷ്യൻസ് ഈസ് ദി കീ ടു സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ തിന്നാൽ പനയും തിന്നാന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ പോലും വെയിറ്റിങ്ങിന് മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ സെറ്റപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആയാൽ മതി. ഓക്കെ, ഒരാളുടെ P&L കണ്ടു കഴിഞ്ഞാൽ അവൻ ഏത് തരത്തിലുള്ള ട്രേഡർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ ബെസ്റ്റ് വേർഷനായിട്ട് മാറാൻ ശ്രമിക്കുക.
ട്രേഡിങ്ങിന് വേണ്ടി ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വേറെ മൈൻഡ് സെറ്റ്, അങ്ങനെ ഒരിക്കലും പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 10% മാത്രം ഇമ്പോർട്ടൻസ് സ്ട്രാറ്റജിക്ക് കൊടുത്താൽ മതി. ബാലൻസ് 90% ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഇമോഷനാണ്. അപ്പോൾ ഇമോഷൻ മാസ്റ്റർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ സാധിക്കുന്ന കാര്യമല്ല. സോ ട്രൈ ടു മാസ്റ്റർ ഓവർ യുവർ ഇമോഷൻ. ഓക്കെ. അതേപോലെ തന്നെ ട്രേഡിംഗ് മോങ്ക് എന്ന പേരിൽ ഒരു പുതുതായിട്ടൊരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വച്ചേക്കാം. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.